ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യൂക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടിയുണ്ട്. ഒരു തുള്ളി എണ്ണ പോലും വേണ്ട ഈ ഒരു അപ്പം തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ ഈസ്റ്റോ ഈനോയോ സോഡയോ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നുമില്ല. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരുപാടങ്ങ് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് അവലാണ്. 1/4 കപ്പ് അവൽ അരയ്ക്കുന്നതിന് 2-3 മിനിറ്റ് മുൻപ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കണം. ഇത് തിന്നായിട്ടുള്ള അവലായതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് കുതിർത്താൽ മതി. പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ്. 1/2 കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുതിർത്ത അവലും കൂടി ചേർക്കുന്നുണ്ട്. അവൽ കുതിർത്തതിൽ വെള്ളം അധികം ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വേണം അവൽ ഇതിലേക്ക് ചേർക്കാനായിട്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാനെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഞാനിത് ഒഴിച്ചു വയ്ക്കുകയാണ്. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ഈനോയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഫെർമെൻ്റ് ആവാനായിട്ട് ഒരു 7-8 മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കണം. രാത്രിയാണ് ഞാനിത് അരച്ച് വയ്ക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി മാവ് പതഞ്ഞ് പൊങ്ങി വരും. അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കണമെന്നുള്ളവർക്ക് 2 നുള്ളു ബേക്കിംഗ് സോഡയോ 1/2 ടീസ്പൂൺ ഈനോയോ ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അടച്ച് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. മാവ് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഞാനിതൊരു തവി കൊണ്ട് മാറ്റി കാണിക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. മാവ് ഒരുപാട് അങ്ങ് പൊങ്ങി പാത്രം നിറഞ്ഞു വരുമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്താൽ നന്നായിട്ട് പൊങ്ങി വരുമല്ലോ, അത്രയ്ക്കൊന്നും പൊങ്ങി വരില്ല. ഈ മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള മുട്ടക്കറി റെഡിയാക്കാം. 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു കറി റെഡിയാക്കാനായിട്ട്. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി. 1 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതാണ്. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വഴറ്റിയെടുക്കണം എന്നുള്ളവർക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു കറിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കുന്നില്ല. തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു 10 സെക്കൻഡ് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത്രയും മതി. പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒറ്റ വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. 3 മുട്ട ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ കുക്കർ അടയ്ക്കുന്ന സമയത്ത് തന്നെ അത് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ വിസിൽ വരും. ഒറ്റ വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഈ അടുപ്പിന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ അതിപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗരം മസാലപ്പൊടിയോ മല്ലിയിലയോ ഒക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിനി അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കുകയാണ്. വളരെ എളുപ്പമല്ലേ? നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു ദോശ പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ആവശ്യമുള്ള മാവ് കോരി ഒഴിക്കാം. ഞാനൊരു 1.5 തവി മാവാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത് നമ്മൾ ദോശ പരത്തിയെടുക്കുന്നത് പോലെ തവി വെച്ച് പരത്തിയെടുക്കുകയൊന്നും വേണ്ട. കുറച്ചൊരു തിക്കായിട്ട് ഇരിക്കണം. വേണമെന്നുണ്ടെങ്കിൽ ദോശ പാൻ ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഒഴിച്ച ഉടനെ തന്നെ ഇതിൽ നന്നായിട്ട് ഹോൾസൊക്കെ വന്ന് തുടങ്ങും. നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഹോൾസ് വരുന്നത്. കുറച്ച് ഹോൾസൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 15 സെക്കൻഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നിറച്ചും ഹോൾസ് വന്നിട്ടുണ്ട്, ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. സൂപ്പറല്ലേ, നല്ല സോഫ്റ്റാണിത്. ബാക്കിയുള്ള മാവും നമുക്കിതേപോലെ തന്നെ ചെയ്തെടുക്കാം. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എളുപ്പമല്ലേ, കുഴയ്ക്കണ്ട, പരത്തണ്ട, ചപ്പാത്തി പോലെ ഹാർഡും അല്ല, നല്ല സോഫ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഈസ്റ്റോ ഈനോയോ സോഡയോ എണ്ണയോ ഒന്നും തന്നെ വേണ്ട, നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് അല്ലേ, സൂപ്പറല്ലേ. അപ്പോൾ ഒട്ടും തന്നെ അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. കണ്ടില്ലേ, ഞാനിനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റാണെന്ന്. അപ്പോൾ ഈ 2 റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു അപ്പത്തിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു മുട്ടക്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു. ബൈ ബൈ.